അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹായ് പറഞ്ഞേ. അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലെ നമ്മുടെ സുഹൃത്തിന്റെ ജെൻഡർ റിവീൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഡെക്കറേഷൻ പരിപാടികൾ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ മിസ്റ്റർ മിഥുൻ, മിസ്റ്റർ ബിബി, മിസ്റ്റർ റെജി ആൻഡ് മോൾഡി, പേര് പറയൂ, വാമിക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പരിപാടികൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അപ്പുറത്തെ സൈഡ് കാണിച്ചു തരാം. ഇത് ഡെക്കറേഷൻ, ഇനി ഫുഡിന്റെ ഭാഗം കാണാം. അപ്പൊ ഇവിടെ ഭക്ഷണത്തിന്റെ പരിപാടികൾ ഗംഭീരമായി നടക്കുന്നു. മിസ്റ്റർ അരുൺ ഇവിടെ നായികമാർ ഇങ്ങനെ ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജെൻഡർ റിവീലിന്റെ മെയിൻ ഒരാള്. ഇയാളും അടുത്ത് താമസിക്കാണ്ട് വരും. ഇവിടെ പിന്നെ സ്വന്തം ബെൻസി സബോള അരിഞ്ഞ് കരഞ്ഞ് പരിപാടിയിട്ടിരിക്കുകയാണ്. അവിടെ ആളുടെ പേരെന്താ, അശ്വതി. അപ്പൊ എല്ലാവരും ഓരോ പണികളിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്നു. ഇവിടെ അരുൺ നെപ്പ് കണ്ടാൽ വിചാരിക്കും ബിരിയാണി വെക്കണത് അവനാണ്, പക്ഷെ അല്ല, വെറും ഷോ മാത്രമുള്ളൂ. ഇവിടെ ഞങ്ങൾ ബിരിയാണി പ്രിപ്പറേഷൻ നടക്കണു. ചിക്കൻ മസാല ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണു. അപ്പൊ നമ്മുടെ ജെൻഡർ റിവീലിന്റെ മെയിൻ ആളെന്നെ ഓരോരുത്തരോട് ചോദിക്കാണ്, ഏതാണ് കൊച്ചെന്നുള്ളത്, ആണാണോ പെണ്ണാണോ? ഇതാണ് ചോദ്യം. എന്താണ് പറഞ്ഞേ? ബേബി ഗേൾ ഒന്ന്. ഓക്കെ. അടുത്ത ആളുടെ അടുത്തേക്ക് പോകൂ. അടുത്ത ആളോട് ചോദിക്കൂ. വരട്ടെ ചോദിക്കൂ. ഏതാണ്? ബേബി ബോയ്. ബേബി ബോയ് ആണോ ബേബി ഗേൾ ആണോ? ബോയ്. അവിടെ പറയൂ. ബേബി ബോയ്. എല്ലാരും ബേബി ബോയ്. ഇനി ഇവിടെ പറയൂ. അടുത്ത ആള് പറയൂ. ബേബി ഗേൾ. ഞാനും ബേബി ഗേളാ പറഞ്ഞുള്ളത്. നീ ബേബി ബോയാ പറഞ്ഞ? ഏതാ പറഞ്ഞ? ബേബി ഗേൾ. ആ, ബേബി ഗേൾ. ഞാൻ കണ്ടപ്പോ ബേബി ഗേളാ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാരും ആൾക്കാരും ബേബി ബോയ് ആണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞത്. അപ്പൊ ഓക്കെ, എല്ലാവരോടും ചോദിച്ചു, പക്ഷെ ബെൻസിയോടും ചോദിച്ചു. പക്ഷെ വീഡിയോയിൽ വരാൻ വേണ്ടി ബെൻസി വീണ്ടും പറയാൻ വന്നിട്ട് എടുക്കുകയാണ്. ബേബി ഗേൾ. അപ്പൊ എല്ലാവരും ബേബി ഗേളും ബേബി ബോയും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരും ബേബി ബോയ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇനി അടുത്ത് നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ മനോഹരമായിട്ട് നടക്കുന്നു. മിസ്റ്റർ റെജി ആണ് ഡെക്കറേഷന് നേതൃത്വം കൊടുക്കുന്നത്. പൊളിച്ചു. ഏതാ പിള്ളേര് പറയും. ബേബി ഗേൾ ഓർ ബേബി ബോയ്? Baby girl. And you? Baby boy. Iwache the baby girl or boy? Girl or boy? Boy. Boy ആണ് പറഞ്ഞത്. ബേബി ആക്കി, ബോയ് ആക്കി. അപ്പൊ നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളിൽ മിസ്റ്റർ റെജി മുഴുകിയിരിക്കുകയാണ്. സംഭവങ്ങളെല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ റെജിയോടാണ് ഇനി ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞേ. ചോദിക്കൂ പവിത്ര. റെജിയോട് ചോദിക്കൂ, ഇനി ഏതാണ് ബേബി ഗേൾ ഓർ ബോയ് എന്നുള്ളതാണ് ചോദ്യം. അത് പവിത്രയുടെ അടുത്ത് പറയൂ ഏതാണെന്നുള്ളത്. നിങ്ങളാണ് ഇനി അടുത്ത് പറയേണ്ടത്. പറയൂ. ബേബി ഗേൾ ഓർ ബോയ്? ഇവാച്ചു ബോയ്. ബേബി ബോയ്. ഇവാച്ചു ബേബി ബോയ് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഫംഗ്ഷനിലേക്ക് നീങ്ങാം. ജനറൽ റിവ്യൂലിലെ മെയിൻ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മിസ്റ്റർ സന്തോഷിന്റെ തകർപ്പൻ ഡയലോഗിലാണ്. തിരുവനന്തപുരം. ഞങ്ങൾ തിരുവനന്തപുരം. അപ്പൊ എല്ലാവരും കൂടി ഉണ്ട്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ ജാതി കെട്ടികളാ. ഏതാ അതിന്റെ റെജി എന്താ വേണ്ടത്? അതിന്റെ ഇടയിൽ റെജി നമ്മളൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞു. മൊത്തം നമ്മുടെ പരിപാടിയുടെ ഇത് നമ്മുടെ സ്റ്റേജ് പരിപാടികൾ. ഇവിടെ ഡെക്കറേഷൻ പരിപാടികളെല്ലാം ഫിനിഷ് ചെയ്തു. നമ്മുടെ കേക്കെല്ലാം വന്നിരിക്കുന്നു. ഗേൾ ഓർ ബോയ് ഇതൊക്കെയാണ്. അവിടെ നമ്മുടെ ഗഡികള് ഇതന്നെ പെട. നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങാറായി. എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും റെഡിയായിട്ട് നിൽക്കാണ്. ഭയങ്കര കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിക്ക് പുള്ളിക്കാരനും ഭയങ്കര സംസാരമാണ്. നിഷ്കളങ്കൻ.
ഒരു മിനിറ്റ് ഇതേ അവിടെ പരിപാടികൾ തുടങ്ങണു. അല്ല ആദ്യം ബേബി ബോയ് ആണെന്നുള്ള കൺഫേം ആയിട്ടല്ലേ കേക്ക് കട്ട് ചെയ്യണോ? അല്ല ആദ്യം അവിടുന്ന് ഏതാ പൊക്കല്ലേ കിച്ചു ഈ വാച്ചിന് കൊടുക്കണം. കിച്ചു ആദ്യം അപ്പൊ ഞങ്ങൾ ബലൂൺ പൊട്ടിക്കാൻ പോവാണ്. സർപ്രൈസ്. ബേബി ഓർ ഗേൾ? ബേബി ഓർ ഗേൾ? എവിടെ എവിടെ? കാണട്ടെ കാണട്ടെ കാണട്ടെ. ഈടത് കണ്ടിട്ട് അപ്പൊ ഇനി കേക്ക് കട്ടി സെറ്റ് ആക്കാം. അടിപൊളി 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 അടിപൊളി. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് മനസ്സിലാക്കാം. വേണ്ട ഇനി കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങെടുക്കും. ആ ചെക്കനും മാത്രം അത് ഇതല്ല അല്ലേ? ആയിക്കോട്ടെ കട്ട് ചെയ്തോ. അത് മാറ്റാതെ കുറിച്ചോ. കൊടുക്ക അങ്ങോട്ട് ഷെയർ ചെയ്തോണേ. ബേബി അത് കുഴപ്പമില്ല. മധുരത്തോടുകൂടിയുള്ള കിസ് നല്ലതല്ലേ? ഇനി എന്തുറപ്പടിക്കാം അതല്ലാതെ അല്ല അതൊരു നാളെ കൈമാറി ഫുഡ് കഴിക്കൽ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും നേരത്തെ ഫുഡ് കഴിക്കണം. പിള്ളേഴ്സുകൾ താഴെ ഇരിക്കണു. എല്ലാ പരിപാടികളും ഭംഗിയായിട്ട് നടക്കണം. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ആഘോഷങ്ങളും സന്തോഷങ്ങളൊക്കെയാണ് പ്രവാസികളുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.